ഇന്നിപ്പോൾ ഞങ്ങൾ ആദ്യം ആ സിനിമ കാണുമ്പോൾ ഫസ്റ്റത്തെ സീൻ കാണിക്കുന്നത് അതാണ്. ഇന്ത്യയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ബേസ് ചെയ്ത് തന്നെ വന്നതാണ്. ഗർഭിണിയായ സ്ത്രീയെ കൊച്ചിനെയൊക്കെ പുറത്തെടുത്ത് അതൊക്കെ നമ്മൾ കണ്ടത് ഇതല്ലേ. രാഷ്ട്രീയ പരപോക്കല്ലേ, ഇതൊരു എന്താ പറയുക, ഒരു വിവരയില്ലായ്മ കാണിക്കണതാണ്. ഇവര് സെൻസർ ബോർഡ് കട്ട് ചെയ്തല്ല, ഇവരെന്നെ കട്ട് ചെയ്താന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഇതിന് മാത്രമായിട്ട് എന്തിനാ അങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. മറ്റ് സിനിമകൾ ഇപ്പോഴത്തെ ഇറങ്ങിയവർക്ക് ഇപ്പോൾ ഇത്രയും ഒരു ഇത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഇത്ര എന്താണെന്ന് അറിയില്ല. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ അവർ കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും തോന്നുന്നു? ചിലപ്പോൾ അവരുടെ ആ ഒരു മനോഭാവം അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആ ഒരു ഇത് അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് സിനിമയിലുള്ളത് സത്യമായതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ കാണിക്കും തോന്നുന്നുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഈ മാധ്യമങ്ങളും പത്രങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിലും മൊബൈലിലും ഒക്കെ അങ്ങനെയുള്ള വന്നത്. അത് ശരിയായിരിക്കും, ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശരിയായിരിക്കും. പിന്നെ ശരിക്കും ഇങ്ങനെ വന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലാതെ നമ്മുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ചിലപ്പോൾ വകപോക്കിലാണോ എന്ന് നമുക്ക് അറിയില്ല. പെട്ടെന്ന് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇത്ര നാളും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കുന്നത്. പിന്നെ ആ സിനിമയിൽ ഞങ്ങൾ കണ്ടതിൽ കുറേ ഭാഗങ്ങൾ നമ്മൾ കണ്ട കറക്റ്റ് ആ 2002 കണ്ട സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ ഭാഗങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ പോയി കണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ കുറേ അങ്ങനെ തോന്നിയായിരുന്നു. രാഷ്ട്രീയ പരപോക്കല്ലേ, ഇതൊരു എന്താ പറയുക, ഒരു വിവരയില്ലായ്മ കാണിക്കണതാണ്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, പുള്ളി പടം ചെയ്തു, മുരളിഗോപി റൈറ്ററാണ് പുള്ളി. അതാ കലയായിട്ട് കാണുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരാളെ ജയിപ്പിച്ചു വരുന്നത് മതപ്രഭാഷണം നടത്താൻ വേണ്ടിയല്ല, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണ്. മതപ്രഭാഷണം നടത്തുന്നത് അതിന് അർഹതപ്പെട്ട വേദികളുണ്ട്, സ്ഥലങ്ങളുണ്ട്. ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക, ജനാധിപത്യമായ കാര്യങ്ങൾ സംസാരിക്കാതെ വേണ്ടിയാണ്. അവിടെ ചെന്ന് ഈ മതപ്രഭാഷണം നടത്തുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും ജനങ്ങൾക്കല്ല തിരിച്ചറിവില്ലാത്തത്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തിരിച്ചറിവില്ലാത്തത്. അത് മതം ഇത് എന്നാ പറയുക, കൂട്ടിക്കലർത്തി ജനങ്ങളെ ഒരു ഇതാക്കുക, വലിയൊരു വർഗീയതയിലേക്ക് വരും കാലക്രമേണ. ഇത് ആദായ നികുതി വെച്ച് നോക്കുമ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കുമല്ലോ. ഒരു സിനിമയെ കുറിച്ച് ഇറങ്ങുമ്പോൾ സിനിമയ്ക്ക് ഇത്രയും കളക്ഷനൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അതിൻ്റേതായ ഡീറ്റെയിൽസ് എത്തിക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ. അതൊരു രാഷ്ട്രീയപരമായി ചിന്തിക്കേണ്ട കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അധികം ഒപ്പീനിയൻസ് ഒന്നും ഇല്ല. ഇത്രകാലം വരാത്തൊരു സിനിമ അല്ലെങ്കിൽ ഇത്രകാലം വരാത്തൊരു സംഭവമാണ് പെട്ടെന്ന് എമ്പുരാൻ പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് റെയ്ഡ്, പെട്ടെന്ന് ആദായ നികുതി നോട്ടീസ്, അതിൻ്റെയൊക്കെ കാര്യമുണ്ട് തോന്നിയിട്ട്. ഈ വർഷം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളിലൊന്നാണല്ലോ എമ്പുരാൻ. സോ അതിനെ ബേസ് ചെയ്തായിരിക്കും ഇൻകം ടാക്സിൻ്റെ ഇങ്ങനത്തെ ഒരു നോട്ടീസൊക്കെ വന്നത്. അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. ചിലപ്പോൾ ആയിരിക്കാം, നമുക്ക് സിറ്റുവേഷൻ അറിയില്ലല്ലോ. ആ സിനിമ ഒരു ഹിസ്റ്ററി, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന കാര്യത്തെക്കുറിച്ച് ബേസ് ചെയ്ത് തന്നെ വന്നതാണ്. അപ്പം അതിൻ്റേതായ കാരണങ്ങളും ആയേക്കാം. എൻ്റെ ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ അത് അത്രയും ചിന്തിക്കേണ്ട കാരണമല്ല എന്നാണ് ഞാൻ പറയുന്നത്. കേരള സ്റ്റോറി പോലെ സിനിമ ഇറങ്ങിയ കേരളത്തിലെ എമ്പുരാൻ ഫിലിം വന്നപ്പോൾ ഇത്രയും രോക്ഷം കൊള്ളാൻ എന്തിരിക്കുന്നു തോന്നില്ലേ? എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ഞാൻ കേട്ടത് വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ അത് രാഷ്ട്രീയപരമായുള്ള ഇൻവോൾവ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം, ഒരു ചാൻസ് ഉണ്ട്. ഇവർക്കൊരു സാധനം കിട്ടി, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ അതിനുവേണ്ടി വെറുതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെറുതെ അല്ലേ ഇതൊക്കെ, ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിപ്പോൾ ഇത്രയും നല്ല സിനിമ ഇറങ്ങിയില്ലേ, അതിനുള്ളൊരു ജലസായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ അതിൽ ഒരു പാർട്ടിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നൊരു ടോക്കുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഇതിന് മാത്രമായിട്ട് എന്തിനാ അങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ ആദ്യം ആ സിനിമ കാണുമ്പോൾ ഫസ്റ്റത്തെ സീൻ കാണിക്കുന്നത് അതാണ്. ഗുജറാത്തിൽ നടന്ന കലാപത്തിന് എതിരായിട്ടുള്ളൊരു സംഭവമാണ് കാണിക്കുന്നത് ആ ഫസ്റ്റത്തെ ഇതിൽ. പിന്നെ അത് കഴിഞ്ഞ് ആ സീനല്ലേ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമയാണ്, അതിന് നമുക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. സിനിമയിലുള്ളത് സത്യമാണല്ലോ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എതിർക്കുന്നത്. അപ്പോൾ BJP-ക്കാർ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് ചിത്രത്തിൽ 2 മിനിറ്റോളം സീൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ചോദ്യം ചെയ്യുന്ന പോലെയല്ലേ? തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും നടന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും ഇതുപോലുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതുപോലുള്ള കാര്യം നമ്മൾ സമൂഹത്തിലേക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് അങ്ങനെ ഇത്ര പാർട്ടികൾക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതുകൊണ്ടായിരിക്കാം. രാഷ്ട്രീയ പകവകയല്ല, അത്
പടത്തിലുള്ള കാരണം കൊണ്ടുള്ള അതിനുള്ള വന്നത്. പകപോക്കലായിട്ട് തോന്നുന്നില്ല. ഈ രാഷ്ട്രീയം പടത്തിലതുള്ള കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അതുണ്ടാവില്ല. ഈ രാഷ്ട്രീയം പടത്തിൽ പറഞ്ഞാണ് കാരണം കൊണ്ടാണ് അവർ ഇത് ചെയ്താണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫിലിം ഇറങ്ങിയ കേരളത്തിൽ എമ്പുരാൻ ഫിലിം ഇറങ്ങിയത് കൊണ്ട് എന്താണ് ഈ പാർട്ടിക്കാർക്ക് ഇതൊരു രോക്ഷം കൊള്ളാൻ വേണ്ടിയുള്ളതെന്ന് തോന്നുന്നുണ്ട്? സത്യം പറഞ്ഞ ഈ 2 ഫിലിം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എമ്പുരാൻ ഇഷ്യൂ അറിഞ്ഞു കാണുമല്ലോ. ഇഷ്യൂ അറിഞ്ഞു, പക്ഷേ പടം 2ഉം ഞാൻ കണ്ടല്ല, കേരള സ്റ്റോറിയും ഇതും കണ്ടിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അതുകൊണ്ട് കൂടുതൽ അറിയാൻ പാടില്ല. എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ പടത്തിൽ എന്താ ബജരംഗിതോളോ എന്താ പേരിട്ടാണ് അതിൻ്റെ വിഷയങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ വിഷയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് വന്ന കാരണം കൊണ്ട് രാഷ്ട്രീയ ഇത് വന്നാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പോക്കലാണുള്ളത്. പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത് രാഷ്ട്രീയത്തിൻ്റെ വർഗീയ ഇത് അതിൽ കാണിക്കുന്നതുകൊണ്ടാണ്. സിനിമയുടെ ഇതോടുകൂടി കണ്ടാൽ കുഴപ്പമില്ല, അല്ലാണ്ട് മറ്റുള്ള രീതിയിൽ വർഗീയതയും അല്ലെങ്കിൽ രാഷ്ട്രീയവും ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതായത് ചില സിനിമകളിൽ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും ഇതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും ജീവിച്ചിരിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയും. അത് സിനിമയായിട്ട് മാത്രം കാണാൻ വേണ്ടിയാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറയും, അല്ലാണ്ട് പിന്നെ എന്തുണ്ട്. ഇപ്പോൾ എന്താണ് ഇലക്ഷൻ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം. അത് മാധ്യമങ്ങൾക്കിടെയും രാഷ്ട്രീയക്കാർക്കിടെയും ഏറ്റവും വലിയ തന്ത്രമാണത്. റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് ഇപ്പൊ നിർമ്മാതാക്കളുടെ വീട്ടിലൊക്കെ റെയ്ഡൊക്കെ നടന്നു. അതൊരു രാഷ്ട്രീയ പകപോക്കലായിട്ട് തോന്നുന്നുണ്ടോ? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല, രാഷ്ട്രീയത്തിലൊന്നും നമ്മളില്ല. എടാ ഇപ്പോ ആ സിനിമയില് ഗോദ്രയിൽ നടന്നൊരു സംഭവത്തിനെ പറ്റിയാണ് പറയുന്നുണ്ട്. BJP ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നൊരു പൊതുവൊരു ടോക്കുണ്ട്. അപ്പോൾ അത് BJP കളികളായിട്ട് തോന്നുന്നുണ്ട്. ഐ മീൻ ഈ വീട്ടിൽ റെയ്ഡ്, ആദായ നികുതി നോട്ടീസൊക്കെ വിടുന്നത് അതൊക്കെ ആയിക്കോ, അതിപ്പോ അമ്മക്ക് എങ്ങനെ അറിയാറ്? ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഞാനിപ്പോ അതിനെ പറ്റി അങ്ങനെ ഇതൊന്നും ഇല്ല. സിനിമ കണ്ട് സിനിമ ഇഷ്ടമായി, ഇത്രയല്ല. രാഷ്ട്രീയ കളിയാണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കണ്ടെങ്കിൽ ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടാവും. പക്ഷേ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. എന്തായാലും നല്ലൊരു ഇതായിരുന്നു, നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഞാനും സിനിമയായിട്ട് തന്നെ കണ്ടേക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഇതിന് മുമ്പ് നടന്ന സിനിമയും അങ്ങനെ തന്നെയല്ലായിരുന്നു. ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. മറ്റേ ഈ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ഒരു സിനിമ, അതും ഇതുപോലെ തന്നെ മാർക്കോ, അതൊക്കെ നമ്മൾ സിനിമയായിട്ട് തന്നെ കണ്ടേക്കണം. അല്ലാതെ വേറെ ഇതൊന്നും ഇവിടെ ഇന്ന് വരെ നടക്കാത്ത സംഭവങ്ങളാണ് അതൊക്കെ ഇപ്പോൾ ഈ സിനിമയിൽ കാണിച്ചത്. ഇവിടെ എവിടെ നടന്നേക്കണത് അങ്ങനെ കുത്തിക്കൊല്ലണതും അതും ഇതൊക്കെ. പിന്നെ ഇപ്പം അതിന് പരമായിട്ട് ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് സിനിമ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തേക്കണതെന്ന് നമുക്കറിയില്ല. അതുണ്ട്, അത് നമ്മളൊക്കെ കണ്ടതല്ലേ. ഗുജറാത്ത് നമ്മൾ TV-യിലും അല്ലാതെ മാധ്യമങ്ങളിലും മൊബൈലിലും ഒക്കെ കണ്ടേക്കണതല്ലേ ഈ ഗുജറാത്ത് കലാപം നടന്നത്. അത് ഞാനും കണ്ട വ്യക്തി തന്നെയാണ്. ആ ഗർഭിണിയായ സ്ത്രീയെ കൊച്ചിനെയൊക്കെ പുറത്തെടുത്ത് അതൊക്കെ നമ്മൾ കണ്ടത് ഇതല്ലേ. അതൊക്കെ കഴിഞ്ഞു പോയ കാലങ്ങളല്ലേ. ഇപ്പം അതിനെക്കുറിച്ചൊന്നും അല്ല, ഇപ്പം അത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. നടക്കുന്നുണ്ടാവും, നമ്മളറിയുന്നില്ല. ഇവിടെ അങ്ങനെ തോന്നിയിട്ടില്ല. സിനിമ അതായിട്ട് യാതൊരു ഇതായിട്ട് തോന്നുന്നില്ല, ടച്ച് ഉണ്ടോ എന്നുള്ളതൊരു ഇതില്ല. അത് വെറുതെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഓരോരുത്തർ അവരുടെ സ്വാതന്ത്ര്യം കൈയൊരുക്കി ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമല്ലേ, അല്ലാതെ വേറെ എന്തെന്നാ. അത് അവരങ്ങനെ പറഞ്ഞുണ്ടാക്കണല്ലേ. മന്ത്രിമാരും അതേപോലെ അവരുടെ നേതാക്കളും ഒക്കെ തന്നെ പറഞ്ഞല്ല, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ആ സിനിമയായിട്ട് തന്നെ കാണണമെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞേക്കണം. അല്ലാതെ ഇത് രാഷ്ട്രീയപരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ റെയ്ഡ് എന്ന് പറഞ്ഞാൽ റെയ്ഡ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നുണ്ട്. ടാക്സ് അടക്കാത്തവരെയും അല്ലാത്തവരെയും നികുതി അടക്കാത്തവരും വെട്ടിച്ച് നടത്തുന്നവരും ഒക്കെ വീടുകളിൽ പോയി റെയ്ഡ് നടത്തുന്നുണ്ട്. അതൊക്കെ അപ്പോൾ കുറേ പണം സർക്കാരിലേക്ക് കിട്ടും. എമ്പുരാൻ ഫിലിം ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ റെയ്ഡൊക്കെ നടന്നു, നിർമ്മാതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടന്നു, നോട്ടീസ് വന്നു, ആദായ നികുതിയുടെ നോട്ടീസ് വന്നു. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പകപോക്കലായിട്ട് തോന്നുന്നുണ്ടോ? പകപോക്കൽ വെച്ചാൽ ഇപ്പോൾ അതിലിപ്പോൾ BJP ടാർഗറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നു പാർട്ടിക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കളിയായിട്ട് തോന്നുന്നുണ്ട്. ഐ മീൻ ഈ നോട്ടീസ് വിടലും. എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പായിട്ടൊന്നും അറിയില്ല, എനിക്ക് ഫീൽ ചെയ്യണത് സെൻസേഷണലിസം ആണ് കൂടുതൽ അവർ നോക്കണേന്നാണ്. ഇപ്പോൾ ചെറിയ വല്ല കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അവർ they make a big fuzz out of it, I feel. Blow it out of the proportion and stuff. So അതാണ് എൻ്റെ ഒപ്പീനിയൻ.
but I've not followed this news much, so I'm not in a very good place to comment on this. ഇങ്ങനെ ചെയ്യുന്ന ഒരു ആവിഷ്കാരം ഇപ്പം അതിന് സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് ഭാഗമൊക്കെ ഒരു 2 മിനിറ്റോളം. അപ്പോൾ അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ചോദ്യം ചെയ്യുന്ന പോലെ ആവില്ലേ അവരുടെ ക്രിയേറ്റിവിറ്റി? Personally, yes. എനിക്ക് തോന്നുന്നത് അതാണ്. ആൻഡ് എൻ്റെ ഒപ്പീനിയനിൽ ഈ മൂവി അല്ലാണ്ട് there are much bigger fishes to fry, there are much bigger problems to look at and to debate about. അപ്പോൾ ഈ മൂവീനെ കുറിച്ച് എനിക്ക് വലിയ അത് ക്രിയേറ്റീവ് ഫ്രീഡമാണ്, ലിബർട്ടിയാണെന്നൊക്കെയാണ് എൻ്റെ ബിലീഫ്. പക്ഷേ ഐ ഡോണ്ട് നോ, ഇത് ആൻറ്റി BJP ആണ് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആർട്ടിക്കിൾ 370 അത് എനിക്ക് പ്രോ BJP ആയിട്ട് തോന്നിയത്, വീർ സാവർക്കർ പ്രോ BJP ആയിട്ട് തോന്നിയത്. അപ്പോൾ I think it's very important to hear both sides of the story, and I think the public is smart enough to decide which one is true or to make their own judgment. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇങ്ങനെ BJP അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സിനിമയ്ക്ക് നേരെ എതിർത്ത് നിൽക്കുമ്പോൾ ഇനി വരുന്നൊരു സിനിമ നിർമ്മാതാക്കൾക്ക് അതൊരു ഭയമായി തോന്നാൻ സാധ്യതയില്ലേ? ഉണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ പൊളിറ്റീഷ്യൻസ് ഷുഡ് നോട്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ ദിസ്. ഇപ്പോൾ ഇഫ് യു ടേക്ക് US നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെയും ഇങ്ങനത്തെ കുറേ മൂവീസ് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് റീസെൻ്റ്ലി ട്രംപിൻ്റെ മീതൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ദി അപ്പാരന്റസ് ഓർ സംതിങ്, ആൻഡ് അത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു, ബട്ട് ഇതേപോലെ ബാക്ക്ലാഷ് ഒന്നും കിട്ടിയില്ല. സോ I'm of the opinion that BJPക്ക് ഇപ്പോൾ ഛാവ പോലത്തെ മൂവി അതിനെ സപ്പോർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ കശ്മീർ ഫയൽ, കേരള സ്റ്റോറി അങ്ങനത്തെ മൂവീസിനൊക്കെ അവർ പ്രോ ആണ് വെച്ചാൽ അതിൻ്റെ ആൻറ്റി അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വോയിസ് വരുമ്പോഴും ഐ തിങ്ക് ദേ ഷുഡ് ഓൾസോ ബി അക്സെപ്റ്റീവ് ഓഫ് ഇറ്റ്. ആൻഡ് ഇഫ് ദേ എൻ്റെ ഒപ്പീനിയനിൽ അവർ ഇപ്പോൾ അത്രയ്ക്ക് ശരിയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ മൂവീസൊന്നും അവരെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുള്ള കാരണമായിരിക്കും ചിലപ്പോൾ അവരെ ഇത്രയ്ക്ക് ബോദർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്.